നിങ്ങളൊരു സ്കൂൾ ടീച്ചറാണെന്ന് വിചാരിക്കുക. എന്നത്തെയും പോലെ ഒരു ദിവസം രാവിലെ ക്ലാസ്സിൽ പോയി നോക്കുമ്പോൾ ക്ലാസ്സിലെ 18 കുട്ടികളിൽ 17 പേരെയും കാണുന്നില്ല. ആകെ ഒരു കുട്ടി മാത്രം വന്നിട്ടുണ്ട്. ഇനി സ്കൂളിൽ വരാത്തതാണോ എന്ന് അന്വേഷിക്കുമ്പോഴോ ഈ 17 കുട്ടികളും രാത്രി 2:17 അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുകയാണ്. എന്തായിരിക്കും അപ്പൊ നിങ്ങളുടെ അവസ്ഥ? ആ ഒരു കുട്ടിയെ മാത്രം ബാക്കിയാക്കി ബാക്കി 17 കുട്ടികളും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക? അതുകൂടാതെ ഈ 2:17 എന്ന സമയത്തിന് പിന്നില് എന്തായിരിക്കും? 2025 റിലീസായ വെപ്പൺസ് എന്ന ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മൂവിയുടെ തുടക്കത്തില് ടീച്ചറായ ജസ്റ്റിൻ എന്നത്തെയും പോലെ അവളുടെ ക്ലാസ് റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആകെ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അവന്റെ പേരാണ് അലക്സ്. ബാക്കി 17 പേരും ക്ലാസ്സിൽ വന്നിട്ടില്ല. ക്ലാസ്സിൽ മാത്രമല്ല, അവരാരും വീട്ടിൽ തന്നെ ഇല്ല. തുടർന്നുണ്ട പോലീസ് അന്വേഷണത്തില് ഓരോ വീട്ടിലെയും CCTV പരിശോധിക്കുമ്പോൾ എല്ലാ കുട്ടികളും രാത്രി 2:17 എങ്ങോട്ടോ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ കൈയും വിടർത്തി വെച്ച് ഇരുട്ടിലേക്ക് ഓടിപ്പോകുന്നത് മാത്രമേ ഈ CCTVയിലുള്ളൂ. പിന്നെ അവരെവിടെയാണെന്നോ എങ്ങോട്ടേക്കാണ് പോയതെന്നോ ആർക്കും അറിയില്ല. ആ കുട്ടികളുടെ ക്ലാസ് ടീച്ചറായ ജസ്റ്റിനെയും ബാക്കി വന്ന ആ ഒരു കുട്ടിയില്ലേ അലക്സ്, അവന്റെ അച്ഛനെയും ആന്റിയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ക്ലൂവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോ ഈ സംഭവം നടന്നിട്ട് 1 മാസം കഴിഞ്ഞു. എന്നിട്ടും ഒരു വിവരവും ഇല്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ആ സ്കൂളിൽ വെച്ച് ഒരു മീറ്റപ്പ് നടത്തി. ഈ മിസ്സായ കുട്ടികളുടെ പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും വെച്ചൊരു അനുശോചന ചടങ്ങ്. ആ മീറ്റിംഗിൽ വന്ന ക്ലാസ് ടീച്ചറായ ജസ്റ്റിനെ പാരന്റ്സ് എല്ലാരും കൂടെ ചേർന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. അവളൊരു വിച്ചാണെന്നും കുട്ടികളുടെ മിസ്സിങ്ങില് അവൾക്ക് പങ്കുണ്ടെന്നും ഇല്ലെങ്കിൽ അവളുടെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രം എങ്ങനെ ഇങ്ങനെ കാണാതാവൂന്നൊക്കെ പറഞ്ഞ് പാരന്റ്സ് എല്ലാം ജസ്റ്റിന് നേരെ തിരിയുന്നുണ്ട്. കുട്ടികളുടെ പാരന്റ്സ് എല്ലാം കൂടി ചേർന്ന് അവളെ കൈകാര്യം ചെയ്യുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴേക്കും പ്രിൻസിപ്പാൾ ഇടപെട്ട് ഒരു തരത്തിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ജസ്റ്റിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. കൂടാതെ നേരെ വീട്ടിലേക്ക് തന്നെ പോണം, പുറത്തിറങ്ങരുതെന്നും പ്രിൻസിപ്പാൾ അവൾക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റിനാവട്ടെ ആകെ വിഷമത്തിലും ദേഷ്യത്തിലും പോകുന്ന വഴിയില് ഒരു ലിക്കർ ഷോപ്പിൽ ഇറങ്ങി 2 കുപ്പിയൊക്കെ വാങ്ങിയാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തി 2 അടിച്ച് മനസമാധാനമായിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ച് കുപ്പി പൊട്ടിക്കുമ്പോഴാണ് ആരോ ഡോർ ബെൽ അടിക്കുന്നത്. ഇപ്പൊ തന്നെ ആ മിസ്സായ കുട്ടികളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് ഫോൺ കോൾസും മെസ്സേജും ഒക്കെ അവക്ക് വരുന്നുണ്ട്. ഒന്ന് പതറിപ്പോയ ജസ്റ്റിൻ ഡോറ് തുറക്കാതെ തന്നെ ആരാണ് വന്നതെന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. അങ്ങനെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയത് വീണ്ടും ആരോ വലിയ ശബ്ദത്തിൽ ഡോറിൽ തട്ടുന്നുണ്ട്. ആകെ ദേഷ്യം വന്ന ജസ്റ്റിൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി നോക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അവളുടെ കാറില് റെഡ് പെയിന്റ് കൊണ്ട് ആരോ വിച്ചെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ പ്രിൻസിപ്പാളിനെ കാണാൻ എത്തിയിരിക്കുന്ന ജസ്റ്റിനെയാണ്. ആ സംഭവത്തിന് ശേഷം അവള് സ്കൂളിൽ പോയിട്ടില്ല. തിരിച്ച് സ്കൂളിലേക്ക് ജോലിക്ക് കയറുന്നതിനെ പറ്റി സംസാരിക്കാനാണ് അവൾ വന്നിരിക്കുന്നത്. ജസ്റ്റിൻ, ഇന്നലത്തെ കാര്യം തന്നെ നിനക്കറിയാലോ. പാരന്റ്സ് എല്ലാം വളരെ ദേഷ്യത്തിലാണുള്ളത്. കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി തീരുന്നത് വരെ നീ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പ്രിൻസിപ്പാള് പറയുമ്പോ അലക്സിന് എങ്ങനെയുണ്ട്? എനിക്ക് അവനെ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട് എന്ന് ജസ്റ്റിൻ പറയുമ്പോ, നോക്ക് ജസ്റ്റിൻ, അലക്സ് ഓക്കെയാണ്, നീ ഇനി അവനോട് സംസാരിക്കണ്ട എന്ന് പ്രിൻസിപ്പാള് പറയുമ്പോ, ഇല്ല, അവനോട് സംസാരിച്ചാ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും എന്നവള് പറയുമ്പോ, നിനക്ക് ആശ്വാസം കിട്ടുമായിരിക്കും, പക്ഷേ അവൻ അങ്ങനെയല്ല. ഇപ്പൊ തന്നെ പോലീസും മീഡിയ കാരണം അവൻ ഒരുപാട് പാനിക്കാണ്. നീ അവനോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അലക്സിനെ കാണാനായിട്ട് നീ ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാൾ അവളെ പറഞ്ഞേക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട ജസ്റ്റിനാവട്ടെ തിരിച്ച് കാറിൽ വന്നിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പെയിന്റ് വരച്ചതിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ജസ്റ്റിൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നതാണ്. അവക്ക് വരുന്ന ഭീഷണി കോൾസിനെയും മെസ്സേജിനെയും ഒക്കെ പറ്റി അവൾ പോലീസിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ നിന്നൊരു പോലീസുകാരൻ ജസ്റ്റിനെ നോക്കി കൈവീശി കാണിക്കുന്നത്. ഇവന്റെ പേരാണ് പോൾ. പോൾ ജസ്റ്റിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. അന്ന് രാത്രി ജസ്റ്റിനും പോളും ഒരു നൈറ്റ് ക്ലബ്ബിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. എല്ലാവരും ഉപദേശിക്കുന്ന പോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും സേഫായി ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് പോൾ ജസ്റ്റിനെ ഉപദേശിക്കുമ്പോ, എന്റെ കാറിന്റെ കോലം നീ കണ്ടില്ലേ? നിനക്ക് പറ്റുമെങ്കിൽ അതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്ക്, അല്ലാതെ ഉപദേശിക്കാൻ വരുന്നു. ജസ്റ്റിനാവട്ടെ മദ്യപിക്കാനും ഇന്ന് അവളോടൊപ്പം സ്റ്റേ ചെയ്യാനും പോളിനെ നിർബന്ധിക്കുന്നുണ്ട്. അവൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിറ്റേന്ന് രാവിലെ ജസ്റ്റിന്റെ കൂടെ കട്ടിലാണ് ഉറക്കം എണീക്കുന്നത്. അങ്ങനെ പോളിനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന വഴിക്ക് കുട്ടികളുടെ മിസ്സിംഗ് കേസിന്റെ അന്വേഷണത്തെ പറ്റി ജസ്റ്റിൻ പോളിനോട് ചോദിക്കുമ്പോ, നീ അതൊന്നും ഓർത്ത് തലപുകയ്ക്കണ്ട, അതൊക്കെ പോലീസ് കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞ് പോൾ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ ജസ്റ്റിന് അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അവളാവട്ടെ അന്ന് സ്കൂൾ ബസിന്റെ പിറകെ ഫോളോ ചെയ്തു പോയി അലക്സിന്റെ വീട് കണ്ടുപിടിക്കുന്നുണ്ട്. അലക്സ് വീട്ടിനകത്തേക്ക് കയറുന്നത് കണ്ട ജസ്റ്റിൻ അവന്റെ പുറകെ ചെന്ന് ഡോറിൽ തട്ടി നോക്കുന്നുണ്ടെങ്കിലും ഒരനക്കവും ഇല്ല. നോക്കുമ്പോഴാവട്ടെ ആ വീടിന്റെ ജനൽ മുഴുവനും ന്യൂസ് പേപ്പർ ഒട്ടിച്ച് മറച്ചു വെച്ചിരിക്കുകയാണ്. അതില് സംശയം തോന്നിയ
ജസ്റ്റിൻ വീട്ടിന്റെ പുറകുവശത്തേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ജനലിന്റെ ചെറിയ ഗ്യാപ്പിൽ കൂടി നോക്കുമ്പോ അലക്സിന്റെ അച്ഛനും അമ്മയും ഒരു പ്രതിമ പോലെ അവിടെ ഇരിക്കുവാണ്. അത് കണ്ട് ജസ്റ്റിൻ പേടിക്കുന്നതും അവളുടെ കൈ തട്ടി അവിടെ ഇരുന്ന കുറച്ച് സാധനങ്ങള് താഴെ വീണ ശബ്ദം കേൾക്കുന്നുണ്ട്. ജസ്റ്റിൻ വീണ്ടും ആ ജനലിൽ കൂടി നോക്കുമ്പോ ഇത്രയും വലിയ ശബ്ദം കേട്ടിട്ടും അവർക്ക് രണ്ടുപേർക്കും ഒരനക്കവും ഇല്ല. അവിടെ നിന്ന് ഇറങ്ങിയ ജസ്റ്റിൻ അപ്പൊ തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പാളിനെ വിളിച്ച് പറയുമ്പോ, നിനക്ക് എന്താ ജസ്റ്റിൻ, ഇപ്പൊ ഉള്ള പ്രശ്നങ്ങള് മതിയാവാഞ്ഞിട്ടാണോ നീ കള്ളന്മാരെ പോലെ പോയി അവിടെ ഒളിഞ്ഞു നോക്കിയെന്നും പറഞ്ഞ് അവരൊരു കംപ്ലൈന്റ് കൊടുത്താ നീ വീണ്ടും കുടുങ്ങും എന്ന് പറഞ്ഞ് അയാൾ അവളെ വഴക്ക് പറയുന്നുണ്ട്. പ്രിൻസിപ്പാളിന്റെ വായിലിരിക്കുന്നതും കേട്ട് ആകെ വിഷമത്തിലായ ജസ്റ്റിൻ വീണ്ടും ലിക്കർ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. പെട്ടെന്നൊരു ലേഡി ജസ്റ്റിന്റെ പുറകെ വന്ന് അവളെ അടിച്ച് താഴെയിട്ട് അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ തുറന്ന് മദ്യം അവൾക്ക് പുറത്തേക്ക് ഒഴിച്ച് അവളോട് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. ഇതാരാണെന്ന് വെച്ചാ നേരത്തെ നമ്മൾ കണ്ട പോലീസില്ലേ, പോൾ, അവന്റെ വൈഫാണ്. രാത്രി പോള് ജസ്റ്റിന്റെ കൂടെ ആയിരുന്നെന്നറിഞ്ഞ് അവൾക്കിട്ട് 2 കൊടുക്കാനായിട്ടാണ് ആ ലേഡി വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ല ദിവസമായതുകൊണ്ട് തന്നെ ആകെ കിളിയും പോയി അവൾ അന്നും വീട്ടിൽ ചെന്ന് മദ്യപിച്ച് കിടന്നുറങ്ങുമ്പോ അവള് സ്കൂളിൽ പോകുന്നതായിട്ടും ക്ലാസ്സിലേക്ക് കയറുമ്പോ എല്ലാ കുട്ടികളും ബെഞ്ചിൽ തല വെച്ച് ഉറങ്ങുന്നതായിട്ടും അതിൽ നിന്നും അലക്സ് മാത്രം എണീറ്റ് അവളെ നോക്കി ചിരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് ജസ്റ്റിൻ ചാടി എണീക്കുകയാണ്. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നത് കേട്ട് പുറത്തേക്ക് നോക്കുമ്പോ അവിടെ ഒന്നുമില്ല. ഒന്ന് സമാധാനപ്പെട്ട് വീണ്ടും കിടക്കുന്നതും സീലിംഗില് ജോക്കർ പോലുള്ള ഒരു രൂപം കണ്ട് അവള് പേടിക്കുന്നുണ്ട്. ഒന്നുകൂടി നോക്കുമ്പോ അത് തോന്നലാണെന്ന് മനസ്സിലായതും അവൾ ഒന്ന് സമാധാനിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ അലക്സിനെ കാണാൻ വന്നിരിക്കുകയാണ് ജസ്റ്റിൻ. അവള് സംസാരിക്കാൻ തുടങ്ങുന്നതും അലക്സ് ആവട്ടെ എന്റെ പിന്നാലെ എന്നെ ഫോളോ ചെയ്ത് വരരുതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടിപ്പോവാണ്. അലക്സിന്റെ സ്വഭാവത്തിലെയും സംസാരത്തിലെയും ഈ മാറ്റം കണ്ട് അമ്പരന്ന് നിൽക്കുവാണ് ജസ്റ്റിൻ. അവന്റെ പാരന്റ്സിനെ കാണാനായി അവന്റെ പുറകെ വീട്ടിലേക്ക് പോയി ഡോറിൽ തട്ടുന്നുണ്ടെങ്കിലും ആരും ഡോറ് തുറക്കുന്നില്ല. ജസ്റ്റിൻ ആവട്ടെ ആരെങ്കിലും പുറത്ത് വരുന്നോന്ന് നോക്കി അലക്സിന്റെ വീട്ടിന്റെ മുന്നിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് സമയം രാത്രി ആയതും ജസ്റ്റിൻ ഉറക്കത്തിലായി പോകുമ്പോ അലക്സിന്റെ വീട്ടിൽ നിന്നും അവന്റെ അമ്മ കയ്യിലൊരു കത്തിയൊക്കെയായി ഒരു പാവ പോലെ നടന്ന് ജസ്റ്റിന്റെ അടുത്തേക്ക് വരികയാണ്. കാറ് ലോക്ക് പോലും ചെയ്യാതെയാണ് ജസ്റ്റിൻ കിടന്നുറങ്ങുന്നത്. ആ സ്ത്രീയാവട്ടെ കാറ് തുറന്നു കയറി കത്തി ജസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ കുറച്ച് മുടി മുറിച്ചെടുത്ത് അവിടെ നിന്നും തിരിച്ച് അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആർച്ചറിനെയാണ്. ആർച്ചറിന്റെ മകനായ മാത്യൂസും ആ കാണാതായ കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. മോനെ കാണാതെ ആകെ വിഷമത്തിലായിരുന്ന ആർച്ചർ വീണ്ടും CCTV പരിശോധിച്ച് നോക്കുമ്പോൾ കുട്ടി ഓടുന്ന രീതിയിൽ എന്തോ വ്യത്യാസം ഉള്ളതുപോലെ അയാൾക്ക് തോന്നുന്നുണ്ട്. ആർച്ചർ ആവട്ടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി നോക്കുന്നത്. അന്ന് ജോലിക്ക് പോകുമ്പോ ഓണർ പറഞ്ഞ പെയിന്റ് കളർ അല്ലാതെ വേറെ കളറും മേടിച്ചാണ് അവൻ വർക്ക് സൈറ്റിൽ ചെല്ലുന്നത്. കളറ് മാറിപ്പോയെന്ന് വർക്കേഴ്സ് പറയുമ്പോ വേറെ വാങ്ങിത്തരാം, ആ പെയിന്റ് ഞാൻ എടുത്തോളാന്നും പറഞ്ഞ് ആർച്ചർ ആ പെയിന്റ് തന്റെ വണ്ടിയിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. കുട്ടിയെ കാണാതായതോടെ ആർച്ചറിന് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസിന്റെ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് അവ അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോ എനിക്ക് ക്ലാസ് ടീച്ചറെ സംശയമുണ്ട്, നിങ്ങൾക്ക് അവരെ ഒന്നുകൂടി ചോദ്യം ചെയ്തൂടെ? നോക്ക് മിസ്റ്റർ ആർച്ചർ, നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ആ ടീച്ചറിനെ പലതവണ ചോദ്യം ചെയ്തതാണ്. അങ്ങനെ സംശയിക്കേണ്ടതായി ഒന്നും അവരുടെ മൊഴിയിലില്ല എന്ന് പറഞ്ഞ് പോലീസ് ആർച്ചറിനെ പറഞ്ഞയക്കുന്നുണ്ട്. ആ പ്രതീക്ഷയും പോയ ആർച്ചർ അന്ന് രാത്രി സ്കൂളിൽ നടന്ന മീറ്റിംഗിൽ എത്തുവാണ്. നമ്മൾ മൂവിയുടെ തുടക്കത്തിൽ കണ്ട മീറ്റിംഗ് ഇല്ലേ, അത് തന്നെ. അവിടെ വെച്ച് ജസ്റ്റിന് നേരെ തിരിഞ്ഞവരുടെ കൂട്ടത്തില് ആർച്ചറും ഉണ്ടായിരുന്നു. കൂടാതെ അന്ന് ജസ്റ്റിൻ തിരിച്ചു പോകുമ്പോ അവളെ ഫോളോ ചെയ്തു പോയി അവന്റെ കാറിലുണ്ടായിരുന്ന പെയിന്റ് വെച്ച് അവളുടെ കാറിൽ വിച്ചെന്ന് എഴുതി വെച്ചതും ആർച്ചറാണ്. അന്ന് രാത്രിയായിട്ടും ആർച്ചറിന് ഉറക്കം വന്നില്ല. എണീറ്റ് നോക്കുമ്പോ രാത്രി സമയം 2:17. ബെഡിൽ നോക്കുമ്പോഴോ അവന്റെ ബോഡി ഇപ്പോഴും അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മോനെ ഓർത്ത ആർച്ചർ അവൻ ഓടിപ്പോയ അതേ ഡയറക്ഷനിൽ ഓടുമ്പോ ഒരു വീടിന്റെ മുന്നിൽ ചെന്നെത്തുന്നുണ്ട്. ആ വീടിന്റെ മുകളിലാവട്ടെ ഒരു ഗണ്ണും അതിൽ 2:17 എന്ന സമയവും തെളിഞ്ഞു കാണാം. ആ വീട്ടിലേക്ക് കയറിയ ആർച്ചർ ആവട്ടെ മാത്യു എന്ന് മോന്റെ പേര് വിളിച്ച് അവനെ അന്വേഷിച്ച് മുകളിലെ നിലയിലെ ഒരു റൂമിലേക്ക് കയറുമ്പോ മാത്യു അവിടെ കട്ടിലിൽ കിടപ്പുണ്ട്. അവന്റെ അടുത്തേക്ക് ചെന്ന ആർച്ചർ, മാത്യു നീ എവിടെയാ മോനെ, എങ്ങോട്ടേക്കാ പോയത്, എന്തെങ്കിലും ഒന്ന് പറ എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും മാത്യു തിരിച്ചൊന്നും പറയുന്നില്ല. ആകെ വിഷമത്തിലും സങ്കടത്തിലായ ആർച്ചർ തലകുനിച്ച് കരഞ്ഞോണ്ട് മാത്യുവിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തല ഉയർത്തി മാത്യുവിനെ നോക്കുന്നതും ജോക്കറെ പോലെയുള്ള ഒരു വയസ്സായ സ്ത്രീരൂപം കാണുവാണ്.
ആകെ പേടിച്ച് ആർച്ചർ കണ്ണു തുറന്ന് നോക്കുമ്പോ ഇതെല്ലാം സ്വപ്നം കണ്ടതാണ്. അങ്ങനെ മാത്യുവിനെ കണ്ടുപിടിക്കാനായിട്ട് ആർച്ചർ ആവട്ടെ ആ ഏരിയയിലെ ഒരു മാപ്പ് തയ്യാറാക്കുകയാണ്. മാത്യു ഓടിപ്പോയ ഡയറക്ഷൻ ആ മാപ്പിൽ അവ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇതുപോലെ തന്നെ കാണാതായ വേറെ ഒരു കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ CCTV പരിശോധിച്ച് ആ കുട്ടി ഓടിപ്പോയ ഡയറക്ഷനും മാപ്പിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ആ 2 ഡയറക്ഷനും മീറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ എവിടെയാണ് കുട്ടികൾ പോയിരിക്കുന്നതെന്ന് ആർച്ചർ മനസ്സിലാക്കുന്നുണ്ട്. ആ മാപ്പ് ഉപയോഗിച്ച് തിരയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്കാണ് ജസ്റ്റിൻ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുന്നത് ആർച്ചർ കാണുന്നത്. അതെ, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആർച്ചർ പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളും ഈ നാട്ടുകാരും എല്ലാം കരുതിയിരിക്കുന്നത് ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരി എന്നാണല്ലോ. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ജസ്റ്റിൻ പറയുമ്പോൾ നീ കാരണം എന്നല്ല, നീ തന്നെയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പുറകില് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് വഴക്കിടുമ്പോഴാണ് ദൂരെ നിന്നും പ്രിൻസിപ്പാള് കയ്യും വിടർത്തി ദേഹത്തെല്ലാം ചോരയായിട്ട് പ്രേതം കയറിയ പോലെ ഓടി വരുന്നത്. ഓടി വന്ന അയാളാവട്ടെ ജസ്റ്റിന്റെ കഴുത്ത് ഞെരിച്ച് അവിടെ കൊല്ലാൻ നോക്കുമ്പോ ആദ്യം ഒന്ന് അമ്പരുന്ന ആർച്ചർ ചെന്ന് അയാളെ തടയാൻ നോക്കുന്നുണ്ട്. ജസ്റ്റിൻ ആവട്ടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടി കയറുവാണ്. പ്രിൻസിപ്പാൾ ആവട്ടെ ആകെ വെറി പിടിച്ച പോലെ അവളുടെ പിന്നാലെ പോവാൻ നോക്കുകയാണ്. അവസാനം തടയാൻ നോക്കുന്ന ആർച്ചറിന്റെ കഴുത്തിനും അയാൾ ഏറി പിടിക്കുന്നുണ്ട്. കട്ട് ചെയ്താ പിന്നീട് കാണിക്കുന്നത് പോളിനെയാണ്. പോള് വൈഫ് ഡോണയായിട്ട് ഫോൺ കോളിലാണ്. ഡോണയുടെ പാരന്റ്സിന്റെ ആനിവേഴ്സറിക്ക് ലഞ്ച് കഴിക്കാൻ പോകുന്ന കാര്യം പറയാനായിട്ടാണ് ഡോണ പോളിനെ വിളിച്ചത്. ആ സ്റ്റേഷനിലെ പോലീസ് ചീഫാണ് ഡോണയുടെ അച്ഛൻ, അതായത് പോളിന്റെ അമ്മായിയച്ഛൻ. ഡോണ വിളിച്ചെന്നും തങ്ങള് ലഞ്ച് കഴിക്കാൻ വരുന്നുണ്ടെന്നും പോൾ അമ്മായിയച്ഛനോട് പറയുന്നുണ്ട്. പോളിനാവട്ടെ വൈഫിനോടും അമ്മായിയച്ഛനോടും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാവരോടും ഒരു പുച്ഛമട്ടാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അന്ന് അവിടെ വെച്ച് അവൻ ജസ്റ്റിനെ കാണുന്നത്. ജസ്റ്റിനോടൊരു ഹായും പറഞ്ഞ് പെട്രോളിങ്ങിന് പോകുന്ന പോള് കാണുന്നത് ഒരു പയ്യനാവട്ടെ ഒരു വീടിന്റെ ജനല് കുത്തി തുറക്കാൻ നോക്കുന്നതാണ്. പോളിനെ കണ്ടതും അവൻ പേടിച്ചോടുകയാണ്. പോളാവട്ടെ പുറകെ ചേസ് ചെയ്ത് ഒരു വിധത്തിൽ അവനെ പിടിക്കുന്നുണ്ട്. അവനെ ഹാൻഡ് കഫ് ചെയ്ത് അവനെ സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് പോക്കറ്റിൽ മുറിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പോള് ചോദിക്കുമ്പോ ഇല്ല എന്നാ പയ്യൻ പറയുന്നുണ്ട്. പക്ഷെ പോള് അവന്റെ പോക്കറ്റിലോട്ട് കൈ ഇട്ടതും സൂചി കൊണ്ട് കൈ മുറിയുന്നുണ്ട്. ആ പയ്യൻ ഡ്രഗ് ഇഞ്ചക്ട് ചെയ്തിട്ട് വെച്ച സൂചിയായിരുന്നു അത്. മുറിവ് കണ്ടതും ഇനി എയ്ഡ്സോ മറ്റോ വരുമെന്നും പേടിച്ച് അവനെ അടിച്ച് താഴെയിട്ട് കാറിൽ പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴാണ് പോളിന് താൻ ചെയ്ത അബദ്ധം മനസ്സിലാവുന്നത്. കാറിന്റെ ക്യാമറയില് പോൾ ആ പയ്യനെ അടിക്കുന്നത് റെക്കോർഡായിട്ടുണ്ട്. നമ്മുടെ പോലീസുകാരെ പോലെ അല്ലല്ലോ അവിടെ. ആ പയ്യൻ ഒരു കംപ്ലൈന്റ് കൊടുത്താ പോളിന്റെ ജോലി തന്നെ തെറിക്കും. അവൻ പുറത്തിറങ്ങി നോക്കുമ്പോ ആ പയ്യൻ ബോധം കെട്ട് കിടക്കുവാണ്. അവനെ പിടിച്ചെഴുന്നേപ്പിച്ച് സോറി പറഞ്ഞ പോള് നോക്ക്, ഈ പ്രശ്നം ഇവിടെ തീർക്കാം. ഞാൻ നിന്നെ അടിച്ചതിന് പകരമായിട്ട് ഈ കേസിൽ നിന്ന് നിന്നെ ഞാൻ വിട്ടയക്കാം. നിനക്കും ഒരു തെറ്റുപറ്റി, എനിക്കും ഒരു തെറ്റുപറ്റി. ഇത് ഇവിടെ കഴിഞ്ഞു. ഇനി എന്റെ കൺമുന്നിൽ കാണരുതെന്നും പറഞ്ഞ് പോൾ അവനെ പറഞ്ഞയച്ച് അമ്മായിയച്ഛൻ ചീഫിനോട് വന്ന് നടന്ന കാര്യം പറയുന്നുണ്ട്. എല്ലാം കേട്ട അയാളാവട്ടെ ഒരാഴ്ച കഴിഞ്ഞാ കാറിന്റെ CCTV ഫുട്ടേജ് ഡിലീറ്റ് ആക്കും. ആ ഒരാഴ്ചക്കുള്ളില് അവൻ കംപ്ലൈന്റ് ചെയ്യാതെ നോക്കാനായിട്ട് അയാള് പറയുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷമാണ് പോള് നൈറ്റ് ക്ലബിൽ വെച്ച് ജസ്റ്റിനെ കാണുന്നതും അവളുടെ കൂടെ വീട്ടിൽ പോകുന്നതും. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഭാര്യ ഡോണ അവനെ കൈയോടെ പിടിക്കുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ ചെല്ലുമ്പോ അമ്മായിയച്ഛന്റെ നോട്ടം കണ്ട് അയാളും ആ സംഭവം അറിഞ്ഞിട്ടുണ്ടെന്ന് പോളിന് മനസ്സിലാവുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇന്നലെ അടിച്ച ആ പയ്യൻ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കാണുന്നത്. അവൻ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാണെന്ന് കരുതിയ പോള് നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞത്, എന്റെ കൺമുന്നിൽ വരരുതെന്നല്ലേ എന്നും പറഞ്ഞ് അവന്റെ നേരെ തിരിയുന്നതും ആ പയ്യനാവട്ടെ പേടിച്ച് തിരിഞ്ഞോടുകയാണ്. കാറും എടുത്ത പോള് അവന്റെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ്. ആ പയ്യന്റെ പേരില്ലേ, അവന്റെ പേരാണ് ജെയിംസ്. പിന്നീട് കാണിക്കുന്നത് അവന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. ജെയിംസ് ആവട്ടെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി അതിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് ഡ്രഗ്സും മേടിച്ചാണ് അവന്റെ ജീവിതം. അങ്ങനെ ഒരു ദിവസം കയ്യിൽ കാശില്ലാതെ വരുമ്പോ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാനായിട്ട് പാർക്കിങ്ങിലെ കാറൊക്കെ തുറന്നു നോക്കുമ്പോ അതിൽ നിന്നും ഏതോ ഒരു കൊച്ചുകൊച്ചിന്റെ ബാഗ് കിട്ടുന്നുണ്ട്. അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ചെന്ന് വിൽക്കാൻ നോക്കുമ്പോഴാവട്ടെ ഈ പാട്ട സാധനത്തിനൊന്നും വില തരാൻ പറ്റൂലെന്നും പറഞ്ഞ് കടക്കാരൻ അവനെ പറഞ്ഞയക്കുന്നുണ്ട്. ഡ്രഗ്സ് അടിക്കാൻ വേറെ വഴിയില്ലാതെ വന്നതോടെ ഒരു വീടിന്റെ ജനാല കുത്തി തുറക്കാൻ നോക്കുമ്പോഴാണ് ജെയിംസ് പോളിന്റെ മുന്നിൽ വന്ന് ചാടുന്നത്. ഇനി മേലാല് മുന്നിൽ കാണരുതെന്നും പറഞ്ഞ് പോൾ അവനെ പറഞ്ഞയക്കുന്നതും കേസില്ലാതായതിന്റെ സന്തോഷത്തില് അവൻ രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് അവൻ ഒരു വീട് ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോ വീടിന്റെ മുറ്റത്താവട്ടെ കുറെ ദിവസത്തെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ആളില്ലാത്ത വീടാണെന്ന് മനസ്സിലാക്കിയ ജെയിംസ് മുകളിലേക്ക് വലിഞ്ഞു കയറി മുകളിലെ ജനല് തുറന്ന് അതുവഴി അകത്തേക്ക് കയറി പറ്റുന്നുണ്ട്. ഇത് ഏത് വീടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, നമ്മുടെ അലക്സിന്റെ വീട് തന്നെ. വീട്ടിലെ കോലം കണ്ട് അവിടെ ആരുമില്ലെന്ന് ഉറപ്പിച്ച ജെയിംസ് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഒരു ചാക്കിലാക്കി എടുക്കുകയാണ്. എന്തോ എടുത്ത് തിരിഞ്ഞു നോക്കുന്ന അവൻ കാണുന്നത് അവിടെ ഇരിക്കുന്ന അലക്സിന്റെ അച്ഛനെ അമ്മയാണ്. ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും
അവരുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോ അവർക്ക് ഒരു അനക്കവും ഇല്ല. താൻ ഉപയോഗിക്കണേനെക്കാട്ടിയും ഏതോ വലിയ സാധനം ഉപയോഗിച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ച് എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് കയ്യിൽ കിട്ടിയ കുറെ സ്റ്റീൽ സ്പൂൺസ് വരെ അവൻ വാരി ചാക്കിലാക്കുന്നുണ്ട്. ഇനി ബേസ്മെന്റിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോ ആ 17 കുട്ടികളും അവിടെ നിൽക്കുന്നു. പേടിച്ച് അവൻ തിരിഞ്ഞോടുന്നതും അപ്പോഴേക്കും അലക്സിന്റെ അച്ഛനും അമ്മയും അവന്റെ നേരെ വരുന്നുണ്ട്. ജെയിംസ് ഒരു വിധത്തില് ഡോറും തുറന്ന് അവിടുന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവിടുന്ന് കിട്ടിയ സാധനങ്ങള് വിൽക്കാനായിട്ട് കടയിൽ വന്നിരിക്കുന്ന ജെയിംസിനെയാണ്. അപ്പോഴാണ് ആ 17 കുട്ടികളുടെ മിസ്സിങ്ങും അവരെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് $50,000 പ്രതിഫലവും എന്ന പോസ്റ്റർ ജെയിംസ് അവിടെ കാണുന്നത്. കാശും മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ ജെയിംസ് 911 വിളിച്ച് പറയുമ്പോ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് കോൾസ് ഇതിനോടകം വന്നതുകൊണ്ട് തന്നെ അവരത് വിശ്വസിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പറയാനും കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ പൈസ കിട്ടുമെന്നും പറയുന്നത് കേട്ടാണ് ജെയിംസ് പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നത്. അവനെ അവിടെ കണ്ട പോള് പിന്നാലെ ഫോളോ ചെയ്യുമ്പോ ജെയിംസ് ഓടി ഒരു കാട്ടിലേക്ക് കയറുന്നുണ്ട്. അവൻ നോക്കുമ്പോ അങ്ങ് ദൂരത്ത് ഒരു വയസ്സായ സ്ത്രീ രൂപം അവനെ നോക്കി കൈ കാണിക്കുന്നു. ആകെ പേടിച്ച ജെയിംസ് ആവട്ടെ ടെന്റിൽ കയറി ഒളിച്ചിരിക്കുമ്പോ ആരോ ടെന്റ് തുറക്കാൻ നോക്കുന്നതും കയ്യിൽ കിട്ടിയ ഒരു 3-4 സിറിഞ്ച് എടുത്ത് ഒറ്റ കുത്ത്. നോക്കുമ്പോ അത് കൊണ്ടതാവട്ടെ പോളിന്റെ കവളിലും. ആകെ ദേഷ്യം വന്ന് ഗണ്ണും എടുത്ത് പോള് ജെയിംസിന്റെ നേരെ വരുന്നതും അയ്യോ സാർ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നീ എന്തിനാടാ നായെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നത്? നിന്നെ അവിടെ കണ്ടുപോരുന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പോള് ചോദിക്കുമ്പോ ഒരു വീട്ടിലെ ബേസ്മെന്റില് ആ മിസ്സായ കുട്ടികളെ കണ്ടെന്നും അതിനെപ്പറ്റി അറിയിക്കാനായിട്ടാണ് സ്റ്റേഷനിലേക്ക് വന്നതെന്ന് ജെയിംസ് പറയുന്നുണ്ടെങ്കിലും പോൾ അത് വിശ്വസിക്കുന്നില്ല. അവസാനം കുട്ടികളുള്ള വീട് കാണിച്ചു തരാൻ പറഞ്ഞ് പോള് ജെയിംസിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അലക്സിന്റെ വീട്ടിന്റെ മുന്നിലെത്തിയ പോള് ജെയിംസിന്റെ കാറിന്റെ അകത്ത് ലോക്ക് ചെയ്ത് വീട്ടിലേക്ക് കയറി പോവുകയാണ്. പോള് കോളിംഗ് ബെൽ അടിക്കുന്നതും ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നതും ഡോർ അടയുന്നതും എല്ലാം നോക്കി ജെയിംസ് കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഇരുന്നിരുന്ന് രാത്രിയായിട്ടും പോൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ജെയിംസ് ആവട്ടെ കാറിലാകെ പെട്ട അവസ്ഥയിലാണ്. ജെയിംസ് നോക്കുമ്പോ പെട്ടെന്ന് ഡോറ് തുറന്ന് പോള് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അത് കണ്ട് ജെയിംസ് ഒന്ന് ആശ്വസിക്കുമ്പോ പോളാവട്ടെ ആകെ വെറി പിടിച്ച പോലെ പുറത്തിറങ്ങി വന്ന് ജെയിംസിന്റെ കാല് തൂക്കിയെടുത്ത് അവനെയും ആ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മാർക്കസിന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. മാർക്കസ് ആണ് ആ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ. മാർക്കസും അയാളുടെ ബോയ് ഫ്രണ്ടും കൂടി ഷോപ്പിങ്ങിന് നിൽക്കുമ്പോഴാണ് ജസ്റ്റിൻ വിളിക്കുന്നത്. അലക്സിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അവള് പറയുമ്പോ അലക്സിന്റെ പാരന്റ്സുമായി സംസാരിക്കുക എന്നും പറഞ്ഞാണ് മാർക്കസ് കോൾ അവസാനിപ്പിക്കുന്നത്. പിറ്റേന്ന് രാവിലെ സ്കൂളിലിരിക്കുന്ന മാർക്കസിനോട് ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് പ്യൂണ് പറയുമ്പോ നോക്കുമ്പോഴാവട്ടെ ജോക്കറിനെ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത ഒരു വയസ്സായ സ്ത്രീ. അവരുടെ വേഷവും മറ്റും കണ്ട് മാർക്കസ് ഒന്ന് അമ്പരന്ന് നിൽക്കുന്നുണ്ട്. ഹലോ പ്രിൻസിപ്പൾ, ഞാൻ ഗ്ലാഡിസ്, അലക്സിന്റെ ആന്റിയാണ് എന്ന് പറയുമ്പോ നിങ്ങൾ വന്നത് സന്തോഷം. പക്ഷേ നിങ്ങൾക്കൊന്നും തോന്നരുത്, എനിക്ക് അലക്സിന്റെ അച്ഛനും അമ്മയാണ് കാണേണ്ടത് എന്ന് മാർക്കസ് പറയുമ്പോ അലക്സിന്റെ അച്ഛനും അമ്മയ്ക്കും തീരെ സുഖമില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഞാൻ അവന്റെ ആന്റിയാണ് കാര്യം എന്നോട് പറയാനായിട്ട് ഗ്ലാഡിസ് പറയുന്നുണ്ട്. അതെ, നിങ്ങള് ആന്റിയാണ്, പക്ഷേ അലക്സിന്റെ ലീഗൽ ഗാർഡിയനോടാണ് എനിക്ക് സംസാരിക്കേണ്ടത്. അലക്സിന്റെ അച്ഛനും അമ്മയ്ക്കും വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സമയം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്ന് അവരെ കണ്ടോളാം എന്നും മാർക്കസ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാർക്കസിന്റെ വീടാണ്. കോളിംഗ് ബെല്ല് കേട്ട് വന്ന് വാതിൽ തുറക്കുന്ന മാർക്കസ് കാണുന്നത് ഗ്ലാഡിസിനെയാണ്. ഒരുപാട് തളർന്നെന്നും വെള്ളം വേണമെന്നൊക്കെ ഗ്ലാഡിസ് പറഞ്ഞ് അഭിനയിക്കുമ്പോ മാർക്കസിന് എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ അത് കേട്ട് പാവം തോന്നിയ മാർക്കസിന്റെ ബോയ് ഫ്രണ്ട് അവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അകത്ത് കയറിയതും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗ്ലാഡിസ് കിച്ചൺ വരെ എത്തി പറ്റുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാൻ പോകുന്ന മാർക്കസിനോട് ഗ്ലാസ്സിൽ വേണ്ട എനിക്കൊരു ബൗളില് വെള്ളം തരാൻ പറയുമ്പോ ആദ്യം ഒന്ന് സംശയിച്ച മാർക്കസ് ബൗളിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഗ്ലാഡിസ് അവരുടെ ബാഗിൽ നിന്നും ഒരു റിബൺ കെട്ടിയ കമ്പ് പുറത്തെടുക്കുന്നത്. ഇത് എന്റെ റിബൺ അല്ലേ എന്ന് മാർക്കസ് ചോദിക്കുമ്പോ അതേന്ന് ഗ്ലാഡിസ് പറയുന്നുണ്ട്. നേരത്തെ മാർക്കസിന്റെ ഓഫീസിൽ ചെന്നപ്പോ ഗ്ലാഡിസ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയതായിരുന്നു അത്. ഗ്ലാഡിസ് ആ കമ്പ് കൊണ്ട് തന്റെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കി ആ രക്തം ഈ കമ്പിൽ തേച്ച് ഒരു മണിയെടുത്ത് അടിക്കുന്നതും മാർക്കസ് ഗ്ലാഡിസിന്റെ കൺട്രോളിലാവുകയാണ്. ഇതുകൂടാതെ ബോയ് ഫ്രണ്ടിന്റെ തലയിൽ നിന്നും കുറച്ച് മുടി മുറിച്ചെടുക്കുന്ന ഗ്ലാഡിസ് അതാ കമ്പിൽ ചുറ്റി കമ്പ് ഒടിക്കുവാണ്. എന്താന്ന് വെച്ചാ ഇങ്ങനെ ആരുടെ മുടിയാണോ അതിൽ ചുറ്റി ഒടിക്കുന്നത് അയാളെ കൺട്രോളിലുള്ള ആള് കൊല്ലും. ഇവിടെ മാർക്കസ് ആവട്ടെ തന്റെ ബോയ് ഫ്രണ്ടിനെ തല കൊണ്ട് അടിച്ചടിച്ച് കൊല്ലുന്നുണ്ട്. ഗ്ലാഡിസ് അടുത്തതായിട്ട് ബാഗിൽ നിന്നും വേറെ ആരുടെ മുടിയെടുത്ത് ആ കമ്പിൽ ചുറ്റി ഒടിക്കുമ്പോ ആ മുടിയുള്ള ആളെ കൊല്ലാനായിട്ട് ആന്ത് പിടിച്ചതുപോലെ മാർക്കസ് ഓടുകയാണ്. ആ മുടിയാവട്ടെ നമ്മുടെ ജസ്റ്റിന്റെയും. അങ്ങനെയാണ് മാർക്കസ് വന്ന് ജസ്റ്റിനെ ആക്രമിക്കുന്നതും അവൾ ഓടി അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നതും തടയാൻ ശ്രമിക്കുന്ന ആർച്ചറിനെയും മാർക്കസ് അടിച്ച് താഴെ ഇടുന്നുണ്ട്. മാർക്കസ് പുറകെ വരുന്നത് കണ്ടതും ജസ്റ്റിൻ ഓടി അവളുടെ കാറിൽ കയറുമ്പോ അയാൾ അവളുടെ കാറിന്റെ ഗ്ലാസും അടിച്ചു പൊട്ടിച്ച് അവളെ പിടിക്കാൻ നോക്കുമ്പോ ജസ്റ്റിൻ ആവട്ടെ വേഗത്തിൽ അവിടുന്ന് വണ്ടി എടുത്ത് പോവുകയാണ്.
ആകെ വെറി പിടിച്ചതുപോലെ മാർക്കസ് അവളുടെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. എണീറ്റ് വന്ന ആർച്ചറും അവർക്ക് രണ്ടുപേർക്കും പിന്നാലെ കാറിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ജസ്റ്റിന്റെ കാറിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന മാർക്കസിനെ ഒരു കാറ് വന്ന് ഇടിക്കുന്നതും അയാൾ സ്പോട്ടിൽ മരണപ്പെടുന്നതും. പിന്നീട് കാണിക്കുന്നത് ആർച്ചറിനെയും ജസ്റ്റിനെയാണ്. മാർക്കസിന്റെ അടുത്ത് നിന്നും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് താങ്ക്സ് പറയാനായിട്ടാണ് അവള് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റിൻ ചോദിക്കുമ്പോ കുഴപ്പമില്ലെന്ന് ആർച്ചർ പറയാണ്. ഞാൻ അവസാനം സംസാരിക്കുമ്പോ പോലും മാർക്കസിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരാൾ പെരുമാറുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ജസ്റ്റിൻ പറയുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, മാർക്കസ് ഓടിയ ആ രീതി അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആർച്ചർ കാണാതെ പോയ കുട്ടികളെല്ലാം ഇതേ രീതിയിലാണ് ഓടിപ്പോയതെന്നും അവർക്കെല്ലാവർക്കും ഇന്ന് മാർക്കസിനുണ്ടായിരുന്നത് പോലെയുള്ള രീതിയും നിൽപ്പും ഒക്കെ ആയിരുന്നെന്ന് പറഞ്ഞ ആർച്ചർ അവ മാർക്ക് ചെയ്ത് വെച്ച ആ മാപ്പ് എടുത്ത് ജസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ഈ മാപ്പ് അനുസരിച്ച് കുട്ടികളെല്ലാം ഈ പോയിന്റിൽ എവിടെയോ ആണെന്ന് പറയുമ്പോ അത് കണ്ട ജസ്റ്റിനാവട്ടെ അവിടെയാണ് അലക്സിന്റെ വീടെന്ന് ആർച്ചറിനോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലക്സിന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. അലക്സ് സ്കൂളിലാണ്. അവന്റെ പാവത്താ സ്വഭാവം കൊണ്ട് തന്നെ കൂട്ടുകാരിൽ ചിലര് അവനെ ബുള്ളി ചെയ്യാറുണ്ട്. ഇന്നും അവന്റെ അച്ഛനാണ് അവനെ സ്കൂളിൽ നിന്നും വിളിക്കാൻ വരുന്നത്. അങ്ങനെ എന്നത്തെയും പോലെ ഒരു ദിവസം സ്കൂള് വിട്ട് അച്ഛന്റെ കൂടെ വരുന്ന വഴിക്കാണ് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നിന്റെ മമ്മിയുടെ ആന്റി ആയിട്ടുള്ള ഗ്ലാഡിസ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അച്ഛൻ പറയുമ്പോ അവര് വരുന്നതിൽ അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്ന അലക്സ് അവരെന്തിനാ നമ്മുടെ വീട്ടിൽ വരുന്നതെന്ന് ചോദിക്കുമ്പോ അവര് വരുന്നതില് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. നിന്നെ പോലെ തന്നെ ഞാനും അവരെ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ അമ്മയ്ക്ക് തന്നെ അവരെ നന്നായിട്ട് അറിയില്ല. പക്ഷെ അവര് നമ്മുടെ ബന്ധുവായി പോയില്ലേ. അവർക്ക് വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയില് നമ്മൾ അവരെ സഹായിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവനെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ അലക്സിന്റെ അടുത്ത് ആന്റി വരുന്നുണ്ട്. അതുകൊണ്ട് വീടൊക്കെ നീറ്റായിട്ട് വെക്കണം, പോയി നിന്റെ റൂം ക്ലീൻ ചെയ്യുന്നു പറഞ്ഞ് അമ്മ അവനെ പറഞ്ഞേക്കുന്നുണ്ട്. അന്ന് രാത്രി ഉറങ്ങാതെ ബുക്ക് വായിച്ചിരിക്കുമ്പോ എന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കുമ്പോ അലക്സിന് അവന്റെ ആന്റി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ഏതോ ചെടിയൊക്കെ കൊണ്ടാണ് അവര് വന്നിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഉറക്കം എണീക്കുന്ന അലക്സ് കാണുന്നത് അച്ഛനും അമ്മയും തമ്മില് ഗ്ലാഡിസിന്റെ കാര്യവും പറഞ്ഞ് വഴക്കിടുന്നതാണ്. അവന്റെ അച്ഛനാവട്ടെ ഗ്ലാഡിസിനെ അവിടെ നിർത്താൻ വലിയ താല്പര്യമൊന്നുമില്ല. അലക്സിനെ അവിടെ കണ്ടതും ബ്രഷ് ചെയ്യാനും സ്കൂളിൽ പോവാൻ റെഡിയാവാനും പറഞ്ഞ് അമ്മ അവനെ പറഞ്ഞയക്കുമ്പോ അവ മുകളിലെ അവന്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. അലക്സിന്റെ റൂമിന്റെ അപ്പുറത്ത് തന്നെയാണ് ഗ്ലാഡിസിന്റെ മുറി. ഇതുവരെ അവരുടെ മുഖം ഒന്ന് കാണാൻ പറ്റാത്ത അലക്സ് റൂമിന്റെ വാതില് പതിയെ തുറന്നു നോക്കുമ്പോ തലയിൽ വെക്കുന്ന വിഗും മറ്റുമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നുകൂടി തുറന്നു നോക്കുമ്പോഴോ ആകെ വയസ്സായി കണ്ടാൽ തന്നെ പേടിക്കുന്ന ഒരു രൂപം. അവനാവട്ടെ അപ്പൊ തന്നെ പേടിച്ച് തിരിഞ്ഞോടുന്നുണ്ട്. അന്ന് അലക്സ് സ്കൂളിൽ പോകുമ്പോ ക്ലാസ്സിൽ അടുത്തിരുന്ന മാത്യു അവനെ പെൻസിലെടുത്ത് എറിയുമ്പോ ജസ്റ്റിൻ വന്ന് മാത്യുവിനെ വഴക്ക് പറയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് സ്കൂള് വിട്ടിട്ടും അലക്സിന്റെ അച്ഛൻ അവനെ വിളിക്കാൻ വന്നില്ല. ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടും കാണാതെ വന്നതോടെ അലക്സ് നടന്ന് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വീട്ടിലെത്തിയ അലക്സ് കാണുന്നത് പ്രതിമ പോലെ ഇരിക്കുന്ന തന്റെ അച്ഛനും അമ്മയാണ്. അപ്പോഴാണ് ഗ്ലാഡിസ് അങ്ങോട്ടേക്ക് വരുന്നത്. അവർക്കാവട്ടെ രാവിലെ കണ്ടതുപോലെ അത്ര വലിയ അവശതയൊന്നുമില്ല. അലക്സ്, നീ വന്നോ? നിനക്ക് സുഖമാണോ? ഞാൻ നിന്നെ ചെറുതായിരിക്കുമ്പോ കണ്ടതാ എന്ന് ഗ്ലാഡിസ് പറയുമ്പോ അച്ഛനും അമ്മയ്ക്കും ഇതെന്താ പറ്റിയതെന്ന് അലക്സ് ചോദിക്കുകയാണ്. ഒന്നുമില്ലെന്ന് ഗ്ലാഡിസ് പറയുന്നതും അലക്സ് ആവട്ടെ അവിടെ ഇരുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അച്ഛന്റെ മുഖത്തേക്ക് ഒഴിച്ചതും അയാൾക്കൊരു മാറ്റവും ഇല്ല. അപ്പോഴും പ്രതിമ പോലെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ട ഗ്ലാഡിസ്, നിന്റെ മുറിയിലേക്ക് പോ, ഇന്ന് രാത്രി നിനക്ക് ഫുഡൊന്നുമില്ല, പോയി പല്ല് തേച്ച് കിടന്നുറങ്ങ് എന്ന് വഴക്ക് പറയുമ്പോ പേടിച്ച അലക്സ് ആവട്ടെ മുറിയിലേക്ക് ഓടുന്നുണ്ട്. അന്ന് രാത്രി മുഴുവനും പേടിച്ച് കരഞ്ഞാണ് അവ ഉറങ്ങുന്നത്. പിറ്റേന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോഴും അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അവനെ കണ്ട ഗ്ലാഡിസ്, അലക്സ്, നീ വന്നോ? വാ, ഇരിക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ഇനി സ്കൂളിൽ പോകുമ്പോ ഞാൻ ഇവിടെ ഉണ്ടെന്നും നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയാണെന്നും ആരോടും പറയരുത്. അഥവാ നിനക്ക് അങ്ങനെ പറയാൻ തോന്നുവാണെങ്കിൽ എന്ന് പറഞ്ഞ ഗ്ലാഡിസ് അച്ഛന്റെയും അമ്മയുടെയും മുടി ചുറ്റിയ ഒരു കമ്പെടുത്ത് കൈമുറിച്ച് അതില് രക്തം പുരട്ടി അതൊടിക്കുമ്പോ അവരാവട്ടെ ടേബിളിലിരുന്ന ഫോർക്ക് എടുത്ത് സ്വന്തം മുഖത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അലക്സ് ചെന്ന് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അവസാനം ആകെ പേടിച്ച അലക്സ് ആരോടും പറയില്ല എന്ന് ഗ്ലാഡിസിന് വാക്ക് കൊടുക്കുന്നുണ്ട്. അന്ന് സ്കൂളിൽ പോയിട്ടും അലക്സ് ആരോടും ഒന്നും പറഞ്ഞില്ല. അവൻ തിരിച്ചു വന്ന് നോക്കുമ്പോ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഉണ്ട്. ഗ്ലാഡിസിന്റെ റൂമിൽ വന്ന് നോക്കുമ്പോ അവരെന്തോ പൂജയോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഫുഡ് കൊടുക്കാനായിട്ട് ഗ്ലാഡിസ് അവനോട് പറയുന്നുണ്ട്. വീട്ടിലുണ്ടായിരുന്ന റെഡിമെയ്ഡ് നൂഡിൽസ് പൊട്ടിച്ച് അവൻ അവർക്ക് രണ്ടുപേർക്കും വാരി കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി ക്യാൻഡ് ഫുഡും മേടിച്ചാണ് അവൻ വരുന്നത്. അങ്ങനെ എന്നത്തെയും പോലെ ഒരു ദിവസം സ്കൂള് വിട്ട് വന്ന അലക്സ് ഗ്ലാഡിസിനെ നോക്കുമ്പോ അവരാകെ തളർന്നു കിടക്കുവാണ്. എന്ത് പറ്റി? ഹോസ്പിറ്റലിൽ പോണോന്ന് അലക്സ് ചോദിക്കുമ്പോ അതൊന്നും ശരിയാവില്ല, എന്നെ സുഖപ്പെടുത്താൻ മരുന്നുകൾക്കൊന്നും പറ്റില്ല, പല പല വർഷങ്ങളായി എനിക്ക് ഇങ്ങനെയാണ്. നിന്റെ അച്ഛനെയും അമ്മയും വെച്ച് സുഖപ്പെടാന്ന് വിചാരിച്ചപ്പോ അത് മാത്രം പോരാ,
എനിക്ക് സുഖപ്പെടാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞ നീ എനിക്ക് ചെയ്തു തരുമെന്ന് ഗ്ലാഡിസ് ചോദിക്കുമ്പോ ചെയ്തു തരാം, പക്ഷെ നിങ്ങൾക്ക് സുഖമായ ഈ വീട് വിട്ട് പോവുമെന്ന് അലക്സ് ചോദിക്കുമ്പോ ഉറപ്പായിട്ടും പോവാന്ന് അവന് ഉറപ്പ് കൊടുത്ത ഗ്ലാഡിസ് നിന്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും എന്തെങ്കിലും ഒരു സാധനം അവർ കാണാതെ എടുത്തോണ്ട് വരാൻ പറയാണ്. പിറ്റേന്ന് സ്കൂളിലെത്തിയ അലക്സ് സ്പോർട്സ് പീരീഡിൽ എല്ലാവരും കളിക്കുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് വന്ന് എല്ലാവരുടെയും നെയിം സ്റ്റിക്കർ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ജസ്റ്റിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അലക്സ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്, പറയണമെന്ന് ജസ്റ്റിൻ പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ലാന്ന് അവൻ പറയുന്നുണ്ട്. വീട്ടിലേക്കെത്തി അലക്സ് ആ സ്റ്റിക്കർ എല്ലാം ഗ്ലാഡിസിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായിട്ടും ഉറക്കം വരാതെ എണീച്ചു നോക്കുന്ന അലക്സ് കാണുന്നത് ഈ സ്റ്റിക്കർ എല്ലാം കീറി ഒരു ബൗളിലിട്ട് എന്തോ മന്ത്രമൊക്കെ പറഞ്ഞ് ഒരു മണിയെടുത്ത് അടിക്കുന്നതും അലക്സ് നോക്കുമ്പോ തന്റെ കൂട്ടുകാരെല്ലാം വീട്ടിലേക്ക് ഓടി വരുന്നു. പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോ ക്ലാസ്സിൽ അവൻ മാത്രമേ ഉള്ളൂ. പോലീസ് ചോദ്യം ചെയ്യുമ്പോ ഗ്ലാഡിസ് കൺട്രോളിൽ വെച്ചിരിക്കുന്ന അവന്റെ അച്ഛനും അലക്സിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം പോലീസ് വീട്ടിൽ വരുമെന്നറിഞ്ഞ ഗ്ലാഡിസ് കൺട്രോളിൽ വെച്ചിരിക്കുന്ന എല്ലാ കുട്ടികളെയും അന്ന് രാത്രി തന്നെ അടുത്തുള്ള കാട്ടിലേക്ക് മാറ്റുന്നുണ്ട്. സംശയമൊന്നുമില്ലാതെ പോലീസ് പോയതും ആ കുട്ടികളെല്ലാം വീണ്ടും തിരിച്ച് ആ ബേസ്മെന്റിൽ തന്നെ കൊണ്ടുവന്ന് അടയ്ക്കുകയാണ്. ഇപ്പോ അലക്സിനാവട്ടെ അവന്റെ അച്ഛനും അമ്മയും കൂടാതെ അവന്റെ ഈ 17 കൂട്ടുകാർക്ക് കൂടി ഫുഡ് കൊടുക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിൽ പോയി തിരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുന്ന അലക്സ് കാണുന്നത് പ്രതിഭ പോലെ നിൽക്കുന്ന ജെയിംസിനെയും പോളിനെയാണ്. അലക്സ് നോക്കുമ്പോ ഗ്ലാഡിസിന്റെ റൂമിന് പുറത്ത് ഉപ്പ് കൊണ്ടൊരു വര വരച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അവന്റെ അച്ഛനെയും അമ്മയും അവിടെ കാവലിനായിട്ട് നിർത്തിയിട്ടുണ്ട്. അലക്സിനെ കണ്ട ഗ്ലാഡിസ് ആവട്ടെ ഈ വര കടക്കരുതെന്നും പറഞ്ഞാണ് റൂമിലോട്ട് കയറി പോകുന്നത്. അങ്ങനെ രാത്രിയായതും പുറത്തെന്തോ ശബ്ദം കേട്ട് വിൻഡോയിലോട് നോക്കുന്ന അലക്സ് കാണുന്നത് ജസ്റ്റിന്റെ കാറാണ്. ജസ്റ്റിനും ഓദറും കൂടി അലക്സിന്റെ വീട്ടിന്റെ മുന്നിലൊന്ന് നോക്കുമ്പോ പോലീസ് കാർ പുറത്ത് കിടക്കുന്നുണ്ട്. എന്താ ഈ പോലീസ് കാർ ഇവിടെ കിടക്കുന്നതെന്ന് ആർച്ചർ ചോദിക്കുമ്പോഴാണ് വീട്ടിനകത്ത് നിന്ന് പോൾ അവരെ കൈ കാണിച്ച് വിളിക്കുന്നത്. പോളിനെ കണ്ടതും അതെന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് ആർച്ചറിനെയും കൂട്ടി ജസ്റ്റിൻ വീട്ടിനകത്തേക്ക് ചെല്ലുവാണ്. ഇതെല്ലാം മുകളിൽ നിന്ന് അലക്സ് നോക്കി കാണുന്നുണ്ട്. ജസ്റ്റിനകത്തേക്ക് കയറി നോക്കുമ്പോ പോൾ ഒരു മൂലയ്ക്ക് നിപ്പുണ്ട്. അവിടെ വരച്ചിരുന്ന ഒരു വരയില് ജസ്റ്റിൻ ചവിട്ടാൻ പോകുന്നതും ആർച്ചർ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവള് കാല് വെച്ചിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് ഓടി വന്ന ജെയിംസ് ആർച്ചറിനെ ആക്രമിക്കുന്നതും പോൾ വന്ന് ജസ്റ്റിനെ ആക്രമിക്കുന്നതും. ഇതേ സമയം അലക്സ് ആവട്ടെ ഗ്ലാഡിസിന്റെ മുറിക്ക് മുന്നിലുള്ള ആ വരയിൽ കാല് വെക്കുന്നതും അവന്റെ അച്ഛനും അമ്മയും തന്നെ അവനെ കൊല്ലാനായിട്ട് പിന്നാലെ വരുവാണ്. അവൻ അടുത്തുള്ളൊരു മുറി കയറി വാതിലടയ്ക്കുമ്പോ അവർ രണ്ടുപേരും ആ വാതിൽ തന്നെ തള്ളിപ്പൊളിക്കാൻ നോക്കുവാണ്. ഇതേ സമയം പോള് ജസ്റ്റിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുന്നതും വേറെ വഴിയില്ലാതെ അവന്റെ പോലീസ് ഗൺ എടുത്ത് ജസ്റ്റിൻ പോളിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇവിടെ ആർച്ചർ ആവട്ടെ ജെയിംസിനെ അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും വീണ്ടും എണീച്ച് ആർച്ചറിന് നേരെ വരുവാണ്. അങ്ങനെ ഒരു ഘട്ടത്തില് ജെയിംസ് ആർച്ചറിന് നേരെ ചാടുന്നതും രണ്ടുപേരും കൂടി ബേസ്മെന്റിന്റെ ഡോറ് പൊളിച്ച് അകത്തേക്ക് വീഴുമ്പോ അവിടെ നിൽക്കുന്ന കുട്ടികളെ ആർച്ചർ കാണുന്നുണ്ട്. ആർച്ചറിനെ കൊല്ലാനായിട്ട് നോക്കുന്ന ജെയിംസിനെയും അങ്ങോട്ടേക്ക് വന്ന ജസ്റ്റിൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബേസ്മെന്റിലേക്ക് ഇറങ്ങിയ ആർച്ചർ ആ കുട്ടികൾക്കിടയിൽ മാത്യുവിനെ തിരയുമ്പോ അവിടെ ഒളിച്ചിരുന്ന ഗ്ലാഡിസ് ആർച്ചറിന്റെ ചെയിന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതൊന്നും അറിയാതെ പോളിനെ നോക്കി വിഷമത്തോടെ ഇരിക്കുന്ന ജസ്റ്റിന്റെ അടുത്തേക്ക് ഇപ്പൊ ഗ്ലാഡിസിന്റെ കൺട്രോളിലുള്ള ആർച്ചർ വരുന്നതും അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന ഗ്ലാഡിസ് അങ്ങനെ തന്നെ അവളെ കൊല്ലാനായിട്ട് ആർച്ചറിനോട് പറയുന്നുണ്ട്. ഇതേ സമയം അച്ഛനും അമ്മയും കൂടി ആ ഡോറ് തല്ലി പൊളിക്കുന്നതും അലക്സ് ഓടി ഗ്ലാഡിസിന്റെ റൂമിലേക്ക് കയറി അവിടെ ഇരുന്ന ഗ്ലാഡിസിന്റെ വിഗും ഒരു കമ്പും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. ഗ്ലാഡിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി വെച്ചിരുന്ന അലക്സ് ആ വിഗിന്ന് ഗ്ലാഡിസിന്റെ മുടിയെടുത്ത് ആ കമ്പില് ചുറ്റി അതിൽ അവന്റെ രക്തം തേച്ച് ആ കമ്പൊടിക്കുന്നതും ഇവിടെ ഗ്ലാഡിസിനാവട്ടെ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നോക്കുമ്പോഴതാ ആ 17 കുട്ടികളും ഗ്ലാഡിസിനെ കൊല്ലാനായിട്ട് അവർക്ക് പിന്നാലെ വരുവാണ്. പേടിച്ച ഗ്ലാഡിസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുവാണ്. എങ്ങോട്ട് ഓടണമെന്നറിയാതെ അപ്പുറത്തെ വീടിന്റെ അകത്തൂടിയൊക്കെ കയറിയാണ് ഓടുന്നത്. ഈ 17 കുട്ടികളും അവർക്ക് പുറകെ തന്നെ അങ്ങനെ ഓടുന്നുണ്ട്. ഇവിടെ ജസ്റ്റിൻ ആർച്ചറിന്റെ കയ്യിൽ കിടന്ന മരണവെപ്രാളം കൊള്ളുമ്പോ ബാത്റൂമിന്റെ ഡോറ് പൊളിക്കുന്ന അച്ഛനും അമ്മയും നോക്കി പേടിച്ചിരിക്കുകയാണ് അലക്സ്. അങ്ങനെ ഒരു ഘട്ടത്തില് ഗ്ലാഡിസ് കുട്ടികളുടെ കൈ പെടുന്നതും ഈ 17 കുട്ടികളും കൂടി കൈയും തലയും കാലും ഒക്കെ പറിച്ചെടുത്ത് അവരെ ക്രൂരമായിട്ട് കൊല്ലുന്നുണ്ട്. ഗ്ലാഡിസ് മരിക്കുന്നതും ആർച്ചർ നോർമൽ ആവുകയാണ്. കുട്ടികൾ ഓടിപ്പോയ വഴി ഫോളോ ചെയ്യുന്ന ആർച്ചർ മാത്യുവിനെ കണ്ടെത്തുന്നുണ്ട്. ഇവിടെ ജസ്റ്റിൻ വന്ന് നോക്കുമ്പോ അലക്സ് ആവട്ടെ അവന്റെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഗ്ലാഡിസിന്റെ കൺട്രോളിൽ നിന്ന് മാറിയിട്ടും അലക്സിന്റെ അച്ഛനും അമ്മയും ഇതുവരെ റിക്കവർ ആയിട്ടില്ല. അവരുടെ മനോനില തെറ്റിയതുകൊണ്ട് തന്നെ അവരേതോ മെന്റൽ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിലാണ്. ഈ 17 കുട്ടികളും അവരുടെ പാരന്റ്സിന്റെ അടുത്ത് തിരിച്ചെത്തിയെങ്കിലും അവരിൽ ചിലരെങ്കിലും 1 വർഷം കഴിഞ്ഞപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത് പോലും. അലക്സ് ഇപ്പോ വേറൊരു ആന്റിയുടെ കൂടെയാണ് താമസം. അവരവനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്ന വോയിസ് ഓവറോടെ ഈ സിനിമ അവസാനിക്കുകയാണ്.
എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇഷ്ടായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോ എല്ലാവർക്കും ബൈ.